അടച്ചുറപ്പുള്ള ഒരു വീട് യാഥാർത്ഥ്യമാകുന്നു കാത്തിരിക്കുകയാണ് 60-കാരിയായ ജലജ വർഗീസ്. നിലവിൽ അടിമാലി ടൗണിന് സമീപത്ത് കാര്യമായ ഉറപ്പൊന്നുമില്ലാത്ത വീട്ടിൽ വാടകയ്ക്കാണ് തനിച്ച് ജലജയുടെ താമസം. വീടിനായി തനിക്ക് അർഹതപ്പെട്ട സർക്കാർ സഹായം വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും കിട്ടിയില്ലെന്നാണ് ജലജയുടെ പരാതി. 60-കാരിയായ ജലജ നിലവിൽ അടിമാലി ടൗണിന് സമീപത്ത് വാടക വീട്ടിലാണ് കഴിഞ്ഞു വരുന്നത്. നാളുകൾക്ക് മുമ്പ് അമ്മ മരിച്ചതോടെ തനിച്ചാണ് ജീവിതമെന്ന് ജലജ പറയുന്നു. അടച്ചുറപ്പുള്ള ഒരു വീട് യാഥാർത്ഥ്യമാകുന്നതും കാത്താണ് ജലജയുടെ ജീവിതം. പ്രളയ ദുരിതാശ്വാസ തുകയ്ക്ക് തനിക്ക് അർഹതയുണ്ടെന്ന് ജലജ പറയുന്നു. പ്രളയത്തിൽ ഉണ്ടായ നഷ്ടം സംബന്ധിച്ച് അപേക്ഷ നൽകിയിരുന്നുവെന്നും പക്ഷേ നാളുകൾ പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഒന്നും ഫലപ്രദമായി നടന്നിട്ടില്ലെന്നും ജലജ പരാതി ഉന്നയിക്കുന്നു. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ അനുകൂല ഇടപെടൽ വേണമെന്നും അടച്ചുറപ്പുള്ളൊരു വീട് യാഥാർത്ഥ്യമാക്കാൻ നടപടി വേണമെന്നുമാണ് ജലജയുടെ ആവശ്യം. കൊന്നത്തടി പഞ്ചായത്തിൽ പനംകുട്ടിക്കരയിലായിരുന്നു എൻ്റെ നേറ്റീവ് പ്ലേസ്. ഇപ്പോൾ കൊന്നത്തടി പഞ്ചായത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ അനുവദിച്ച് കിട്ടാനുള്ളവരുടെ ലിസ്റ്റിൽ വീണ്ടും എൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ കുറേ വർഷം 2000 ആണ്ടിന് മുമ്പ് മുതൽ ഈ വീടിന് വേണ്ടിയിട്ടും ഈ പഞ്ചായത്തിലും വില്ലേജിലും ഞാൻ സർക്കാർ അധികാരികളോട് ഞാൻ ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി കളക്ടർ എനിക്കുള്ള വീട് തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയലുകൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ ആത്മാർത്ഥമായിട്ട് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഞാൻ എന്നെ വാടക വീട്ടിൽ നിന്നും അവർ നിർദ്ദയം എന്നെ ഈ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ട് എനിക്ക് വീടില്ല. ഞാൻ ഈ പഞ്ചായത്തിലെല്ലാം സംസാരിച്ചു, പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ചു, എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഈ വീട് ഞാൻ മനുഷ്യത്വപരമായിട്ട് ചിലരുടെ ദയവ് കൊണ്ട് അവരൊരു വീട് കാണിച്ചു തന്നു. വളരെ വാസയോഗ്യമല്ലാത്തൊരു വീട്ടിൽ ഹൈപ്പാടോടുകൂടി കിടന്നുറങ്ങണം. ഒരു മഴ പെയ്യുമ്പോഴേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന രീതിയിലുള്ള വളരെ വൃത്തിഹീനമായ സുരക്ഷിതമില്ലാത്തൊരു വീടാണ്. ഇപ്പോൾ പ്രളയം വന്ന് തോടിൻ്റെ അരികിലാണ്. അപ്പോൾ അത് ഭയന്നിട്ട് എനിക്ക് ഒരു രാത്രി പോലും കഴിച്ചുകൂടാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് പ്രളയ ഫണ്ട് അനുവദിച്ച് എനിക്ക് സ്ഥലം മേടിച്ച് വീട് വയ്ക്കാനുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ എന്നെ ദയവ് ചെയ്ത് സഹായിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. വളരെ വിനീതമായിട്ട് ആവശ്യപ്പെടുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ജില്ലാ ഭരണകൂടം തുടങ്ങി വിവിധയിടങ്ങളിൽ തന്റെ നിസ്സഹായാവസ്ഥ ചൂണ്ടിക്കാട്ടി പരാതികളും നിവേദനങ്ങളും സമർപ്പിച്ചിട്ടും സ്വന്തമായൊരു കിടപ്പാടം യാഥാർത്ഥ്യമാകാത്തതിലുള്ള പരാതി ജലജയ്ക്കുണ്ട്. മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നായി ജലജ പറഞ്ഞു. സർക്കാരുകളിലെ പാർപ്പിട പദ്ധതികളിലും തഴയപ്പെട്ടതിന്റെ നിസ്സഹായാവസ്ഥ ജലജ പങ്കുവച്ചു. ജലജ നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനും പറയത്തക്ക ഉറപ്പോ സുരക്ഷിതത്വമോ ഇല്ല. പെൻഷൻ തുകയാണ് ഇപ്പോഴത്തെ വരുമാന മാർഗമെന്നും തന്റെ നിസ്സഹായാവസ്ഥയ്ക്കും വീടെന്ന സ്വപ്നത്തിനും ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഇടപെടലിലൂടെ പരിഹാരം കാണണമെന്നുമാണ് ജലജയുടെ അഭ്യർത്ഥന. ന്യൂസ് ബ്യൂറോ, അടിമാലി.